വെൽക്കം ബാക്ക് ടു സൈലം ബാങ്കിങ്. ബാങ്ക് എക്സാം ആസ്പിറൻസിന് ഒരു സന്തോഷം നൽകുന്ന ഒരു ന്യൂസ് ആയിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത്. എന്തായാലും നമ്മുടെ 2025 എക്സാംസ് ഒക്കെ കംപ്ലീറ്റ് ആകാറായി. നമ്മൾ 2026 വളരെയധികം പ്രതീക്ഷയോട് കൂടിയിട്ടാണ് നോക്കുന്നത്. അതിന് നമ്മുടെ കോൺഫിഡൻസ് കൂട്ടുന്ന ഒരു പ്രസ് റിലീസ് തന്നെയാണ് ഇന്നലെ വന്നിട്ടുള്ളത്. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം. എന്താണ് ഈ പ്രസ് റിലീസിനകത്തിൽ പറഞ്ഞിട്ടുള്ളത്, എന്തൊക്കെയാണ് ബിഗ് ചേഞ്ചസ്, എന്തൊക്കെയാണ് 2026-27 റിക്രൂട്ട്മെന്റിൽ നടക്കാൻ പോകുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. Department of Finance Ministry streamlines recruitment and result cycle for banking sector, enhances transparency in IBPS examination. അപ്പൊ ഇവിടെ ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു, റിസൾട്ട് സൈക്കിൾ. നമ്മൾ കഴിഞ്ഞ വർഷം അതായത് 2024 വരെ എങ്ങനെയായിരുന്നു നമ്മളുടെ നോട്ടിഫിക്കേഷൻസ് വരുന്നതും അല്ലെങ്കിൽ എക്സാം നടക്കുന്നതും ഏത് ഓർഡറിലായിരുന്നു? അതായത് ആദ്യം നടന്നുകൊണ്ടിരുന്ന എക്സാം എന്ന് പറയുന്നത് RRB PO RRB ക്ലർക്ക്, അതായത് റീജിയണൽ റൂറൽ ബാങ്കിലേക്കുള്ള പ്രൊബേഷണറി ഓഫീസറിന്റെയും ക്ലർക്കിന്റെയും എക്സാം ആണ് ആദ്യം നടക്കുക. അതിന്റെ നോട്ടിഫിക്കേഷൻ ആയിരുന്നു ആദ്യം വരുന്നത്. അതിനുശേഷമായിരുന്നു IBPS PO IBPS ക്ലർക്ക്, അതിനും ശേഷമായിരുന്നു SBA PO SBA ക്ലർക്ക്. ഞാൻ നാഷണലൈസ്ഡ് ബാങ്കിന്റെ എക്സാമിന്റെ കാര്യമാണ് ഈ പറയുന്നത്. ഈ ഒരു ഓർഡറിലായിരുന്നു വരുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ഓർഡറിൽ തന്നെയായിരുന്നു നമ്മളുടെ റിസൾട്ടും പബ്ലിഷ് ചെയ്യുന്നുണ്ടായിരുന്നത്, അല്ലെ? ജനുവരി 1 RRB PO RRB ക്ലർക്കിന്റെ റിസൾട്ട് വരുമായിരുന്നു. ഏപ്രിൽ 1 IBPS PO IBPS ക്ലർക്കിന്റെ റിസൾട്ട് വരുമായിരുന്നു. അതിനും ശേഷമാണ് നമ്മളുടെ SBIയുടെ റിസൾട്ട് വന്നുകൊണ്ടിരുന്നത്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ 2025 നേരെ തിരിഞ്ഞു, അല്ലെ? ഇപ്രാവശ്യം ആദ്യം നടന്നത് SBA PO SBA ക്ലർക്ക് ആയിരുന്നു. അതിനുശേഷമായിരുന്നു IBPS PO IBPS ക്ലർക്ക്. ഇപ്പോൾ RRB PO ആൻഡ് RRB ക്ലർക്ക് നടക്കുന്നു, അല്ലെ? പ്രിലിംസ് ഒക്കെ കഴിഞ്ഞു, ഇനി മെയിൻസിലേക്കുള്ള ദൂരം മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതിനൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ 2024 നമ്മൾ RRBക്ക് ശേഷം IBPS, അതിനുശേഷം SBA ആകുമ്പോൾ റിസൾട്ടും ആ ഓർഡറിൽ വരുന്നത് കൊണ്ട് ഇപ്പൊ RRB കിട്ടിയ ഒരാള് ചിലപ്പോൾ അന്നേരം ജോയിൻ ചെയ്യും. പക്ഷെ അതിനുശേഷമാണ് IBPSന്റെയും അല്ലെങ്കിൽ SBIയുടെയും ഒക്കെ റിസൾട്ട് വരിക. അപ്പൊ അത് കിട്ടുമ്പോൾ ഉറപ്പായിട്ടും RRBയിൽ ജോയിൻ ചെയ്ത ആസ്പിറൻസിനും അത് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. സോ അതിൽ ജോയിൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് ഇപ്പൊ RRBയിൽ ജോയിൻ ചെയ്തതിന് ശേഷമായിരിക്കും SBIയുടെയും IBPSന്റെ റിസൾട്ട് വരുന്നത്. അന്നേരം അത് കിട്ടുമ്പോൾ ഉറപ്പായിട്ടും അവര് എന്ത് ചെയ്യും, SBIയിലേക്ക് മാറും. അപ്പോഴത്തേക്കിന് നമുക്ക് ഇവിടെ പ്രശ്നം വരികയാണ്, അല്ലെ? നമ്മൾ റിക്രൂട്ട്മെന്റ് കഴിഞ്ഞു, ആ റിക്രൂട്ട്മെന്റ് കഴിഞ്ഞു, ജോയിനിങ്ങും കഴിഞ്ഞു, അതിനുശേഷമായിരിക്കും അവർ എന്ത് ചെയ്യുന്നത്, ഇത് ക്വിറ്റ് ചെയ്തിട്ട് SBIയിലേക്കോ അല്ലെങ്കിൽ വേറെ പബ്ലിക് സെക്ടർ ബാങ്കിലേക്കോ പോവുക. ഇത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഓപ്പറേഷനെ ശരിക്കും ബാധിക്കുന്നുണ്ട്, ബാങ്കിനെ ശരിക്കും ബാധിക്കുന്നുണ്ട്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഈ കൊല്ലം മുതൽ, അതായത് ഈ കൊല്ലവും അങ്ങനെയായിരുന്നു, ഇനി അടുത്ത കൊല്ലം മുതൽ കൃത്യമായിട്ട് അവർ പറയുകയാണ് നമ്മളുടെ നോട്ടിഫിക്കേഷന്റെ പാറ്റേൺ മാറുകയാണ്. അതായത് ആദ്യം ഇനി RRB ആയിരിക്കില്ല നടക്കാൻ പോകുക, ആദ്യം നടക്കാൻ പോകുന്ന എക്സാം SBI POയും SBI ക്ലർക്കും ആയിരിക്കും. അതിനുശേഷം IBPS PO IBPS ക്ലർക്ക്, അതിനുശേഷം മാത്രമേ നമ്മുടെ RRB POയും RRB ക്ലർക്കും നടക്കുള്ളൂ. ആ റിസൾട്ടിന്റെ ഓർഡറും അങ്ങനെ തന്നെ ആയിരിക്കും. നമുക്ക് ആ പ്രസ് റിലീസ് ഒന്ന് നോക്കാം. Revised framework of systematic sequencing of recruitment shall facilitate preference choice and well-informed decision making for candidates. കണ്ടോ, നമ്മൾ ആ പ്രിഫറൻസ് ചോയ്സ് നമ്മളിപ്പോ പറഞ്ഞല്ലോ. ഇപ്പൊ ആദ്യം ആ ഒരു ഓർഡറിൽ തന്നെ പോകുകയാണ് എന്നുണ്ടെങ്കിൽ, അവർക്ക് അതാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ആദ്യം അതിന്റെ റിസൾട്ട് വരും. സോ ഉറപ്പായിട്ടും ജോയിൻ ചെയ്യാം. ജോയിനിങ് കഴിഞ്ഞിട്ട് പിന്നെ അത് ക്വിറ്റ് ചെയ്തിട്ട് അടുത്തതിലേക്ക് പോകേണ്ട ആവശ്യം വരുന്നില്ല. The novel approach will enhance predictability, improve recruitment stability, reduce industry attrition and enable more effective workforce planning. അപ്പം നമുക്ക് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റും. ഇത്ര പേർക്ക് കിട്ടി, ആ കിട്ടി കഴിഞ്ഞ ആൾക്കാർ അടുത്ത റിസൾട്ട് വരുമ്പോഴത്തേക്കിന് എന്ത് ചെയ്യില്ല, അവിടെ ജോയിൻ ചെയ്യില്ല. The Department of Financial Services Ministry of Finance has undertaken several key initiatives aimed at streamlining the timelines of recruitment examinations and declared their result. ഞാൻ ഈ പറഞ്ഞ കാര്യം തന്നെയാണ്. This includes recruitment of State Bank of India, Nationalized Bank, അതാണ് IBPS PO and IBPS clerk, regional rural banks. Additionally, these initiatives seeks to enhance transparency in the examination conducted by the Institute of Banking Personnel Selection. Okay? അപ്പോൾ recruitment in SBI, national banks and RRB is conducted through the IBPS process. നമുക്കറിയാം Institute of Banking Personnel Selection ആണ് ഇതെല്ലാം എന്ത് ചെയ്യുന്നത്, കണ്ടക്ട് ചെയ്യുന്നത്. In accordance with the mandates of the respective banks, typically examinations for RRB are administered prior to those who are national banks and SBI. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആദ്യം കഴിഞ്ഞ വർഷമൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത് എങ്ങനെയായിരുന്നു? ആദ്യം RRB, then IBPS PO and IBPS clerk, then അതിനുശേഷമായിരുന്നു SBI. The results are subsequently announced in the similar sequence. ഈ ഒരു സീക്വൻസിൽ തന്നെയായിരുന്നു നമ്മളുടെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നത്. Nevertheless, a notable trend has
emerged where newly recruited candidates frequently transition from RRBs to NBs. കണ്ടോ, നമ്മൾ RRBയിൽ ജോയിൻ ചെയ്തതിന് ശേഷം നാഷണലൈസ്ഡ് ബാങ്കിലേക്കും ദെൻ അവിടുന്ന് വീണ്ടും SBIയിലേക്കും മാറുന്ന ഒരു ട്രെൻഡ് കാണുന്നത് കൊണ്ട് നമ്മുടെ ബാങ്ക് എക്സാം അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ബാങ്കിങ് സെക്ടറിനെ അവരുടെ ഓപ്പറേഷനെ ബാധിക്കുകയും അവരുടെ ആ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിന് വീണ്ടും അതൊരു ബുദ്ധിമുട്ടാകുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ പാറ്റേൺ കംപ്ലീറ്റ്ലി എന്ത് ചെയ്യാണ്, മാറ്റുകയാണ്. ഓക്കെ, taking cognizance on the above issue, the Department of Finance Services reviewed the comprehensive process of recruitment examination and the pattern of result declaration, advising the Indian Bank Association to implement a standardized and logical sequence for announcing recruitment results across all 3 categories of banks. അപ്പോൾ ഈ കൊല്ലം നടക്കാൻ പോകുന്നതിന്റെ ഏകദേശം ഒരു ഊഹം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. ഞാൻ പറഞ്ഞ കാര്യം തന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഞാൻ ഒന്നുകൂടെ പറയുന്നതേ ഉള്ളൂ. Consequently, a revised framework has been established which stipulates that results will now be announced first for the SBI, followed by national banks and subsequently for RRB. അതായത് ആദ്യം വരുന്നത് SBIയുടെ റിസൾട്ട് ആയിരിക്കും, അതിനുശേഷമായിരിക്കും നമ്മുടെ നാഷണൽ ബാങ്ക്, അതായത് IBPSP ആൻഡ് IBPS ക്ലർക്ക്, അതിനുശേഷം മാത്രമേ RRBയുടെ റിസൾട്ട് വരത്തുള്ളൂ. അതിലും വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പൊ സപ്പോസ് ആദ്യം ക്ലർക്കിന്റെ റിസൾട്ട് ആണ് വരുന്നതെങ്കിൽ ക്ലർക്കിന് ജോയിൻ ചെയ്യും, ദെൻ അതിനുശേഷമാണ് നമ്മൾ ഓഫീസർ പോസ്റ്റിന്റെ റിസൾട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ ക്ലർക്ക് കിട്ടിയ ആൾക്ക് ഓഫീസർ പോസ്റ്റ് കിട്ടിയാൽ ഉറപ്പായിട്ടും അങ്ങോട്ടേക്ക് പോകും, അല്ലെ? സോ ആ ഒരു കാര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇനി ആദ്യം ഇതിന്റെ എല്ലാം ഓഫീസറിന്റെ റിസൾട്ട് വന്നതിന് ശേഷമായിരിക്കും ഈ ഒരു ഓർഡറിൽ എന്ത് ചെയ്യുക, ക്ലർക്കിന്റെ റിസൾട്ട് വരിക. അതും കൂടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. Additional results for all officer level examinations within these categories will be declared initially, with clerical level examination results announced subsequently in the സെയിം ഓർഡർ. അതായത് ആദ്യം ഓഫീസർ പോസ്റ്റ് SBI, IBPS ആൻഡ് RRB ഇതിന്റെ ഓഫീസർ പോസ്റ്റിന്റെ റിസൾട്ട് വന്നതിന് ശേഷമായിരിക്കും SBI ആൻഡ് IBPS ക്ലർക്ക്, അതായത് SBI ക്ലർക്ക്, IBPS ക്ലർക്ക് ആൻഡ് RRB ക്ലർക്കിന്റെ റിസൾട്ട് ഈ ഒരു ഓർഡറിൽ വരിക. ഓക്കെ, അപ്പോ ഇത് ഒരുപാട് നല്ലതാണ്, അല്ലെ? ഇപ്പം ഒരിടത്ത് ജോയിൻ ചെയ്തു, വീണ്ടും അത് കിട്ടിക്കഴിഞ്ഞിട്ട് വീണ്ടും ജോയിൻ ചെയ്ത് രണ്ടു കൂട്ടർക്കും ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ്. ഇത് കൂടാതെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. 2026-27 മുതൽ നിങ്ങൾ എഴുതുന്ന എക്സാംസിന്റെ എല്ലാം ആൻസർ കീ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നതായിരിക്കും, കിട്ടുന്നതായിരിക്കും. നോക്കിക്കേ, to enhance the transparency, IBPS will provide candidates with the login-based access to their response sheet. അതായത് നിങ്ങൾ ആൻസർ ചെയ്ത ഷീറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പേഴ്സണലി നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് കാണാവുന്ന അവസരമായിരിക്കും 2026-27 തൊട്ട് നമുക്ക് ലഭിക്കുക. ഇതുവരെ നമുക്ക് ആൻസർ കീ എന്താണ്, അല്ലെങ്കിൽ IBPS ഏതാണ് ആൻസർ എടുക്കുക, ചില ക്വസ്റ്റ്യൻസിനൊക്കെ നമുക്ക് ഡൗട്ട് ഉണ്ടാകാറുണ്ട്, അല്ലെ? അപ്പൊ അത് ഏതാണെന്നുള്ളത് നമുക്ക് അറിയില്ല. പക്ഷെ 2026-27 മുതൽ നമുക്ക് എന്തായാലും ആൻസർ കീ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ആൻഡ് കറക്റ്റ് ആൻസർ കീസ് ഫ്രം ദി അപ്കമിംഗ് 26-27 കോമൺ റിക്രൂട്ട്മെന്റ് പ്രോസസ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ കുറെ നാളുകൊണ്ട് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു, അല്ലെ? നമുക്ക് ആൻസർ കീ പ്രൊവൈഡ് ചെയ്യണം. ചില ക്വസ്റ്റ്യൻസിൽ നമുക്ക് തന്നെ ചിലപ്പോൾ ഡൗട്ട് വരാറുണ്ട്, ഇതിൽ ഏതായിരിക്കും എടുക്കുക. അപ്പൊ അതിന് ഇനി ഒരു പ്രശ്നം ഉണ്ടാകില്ല. സോ ഇത് രണ്ടും വളരെ നല്ല ഒരു കാര്യം തന്നെയാണ്. അപ്പൊ നമ്മൾ ഇനിയും ആദ്യം പ്രതീക്ഷിക്കേണ്ടത്, അപ്പം ഏത് നോട്ടിഫിക്കേഷനാ, SBI PO ആൻഡ് SBI ക്ലർക്ക് തന്നെയാണ് നമ്മൾ ആദ്യം 2026-27 നമ്മൾ പ്രതീക്ഷിക്കേണ്ട നോട്ടിഫിക്കേഷൻ. സോ അതിന് വേണ്ടിയിട്ട് കട്ടയ്ക്ക് ഇപ്പോഴേ നമ്മൾ എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്യണം, അല്ലെ? അപ്പൊ നിങ്ങളൊരു തുടക്കക്കാരാണ് എന്നുണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞതേ ഉള്ളൂ, എങ്ങനെ പഠിക്കണം, എവിടുന്ന് തുടങ്ങണം, എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഇനിയിപ്പോ നിങ്ങൾ ഒരു റിപ്പീറ്റർ ആണ്, പക്ഷെ നല്ല രീതിയിൽ ഞങ്ങൾ എന്തൊക്കെയൊക്കെയോ പഠിക്കുന്നുണ്ട്, പക്ഷെ പ്രിലിംസ് ക്ലിയർ ആകുന്നില്ല, അല്ലെങ്കിൽ മെയിൻസ് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഇങ്ങനെയുള്ള കുറേ അധികം ഡൗട്ട്സ് ഉണ്ടാകും. ബാങ്ക് എക്സാംസിന്റെ ഒരു ലോകത്തെ പറ്റിയിട്ട് നിങ്ങൾക്ക് യാതൊരു അറിവും ഇല്ല, അല്ലെങ്കിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, കംപ്ലീറ്റ് റോഡ് മാപ്പിനായിട്ട് ഞാനൊരു വെബിനാർ സെഷനുമായിട്ട് വരുന്നുണ്ട്. അത് നാളെ വൈകുന്നേരം, ശനിയാഴ്ച വൈകുന്നേരം, ഡിസംബർ 13 വൈകുന്നേരം 7 മണിക്ക് മുതലായിരിക്കും. സോ നിങ്ങൾ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക, ഈ ഒരു വെബിനാറിൽ നിങ്ങൾക്ക് പങ്കെടുക്കാനായിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. ഈ ഒരു അവസരം പാഴാക്കാതെ ഇരിക്കുക. ഓക്കെ, ഇനി നിങ്ങൾ അടുത്ത 2026-27 വർഷത്തിലെ ബാങ്ക് എക്സാംസിന് പഠിക്കാനായിട്ട് ഇപ്പൊ തൊട്ട് സ്റ്റാർട്ട് ചെയ്യണം. നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പഠിക്കാനിരുന്നിട്ട് കാര്യമില്ല. നമുക്ക് 6 മാസം കൊണ്ട് കംപ്ലീറ്റ് സിലബസും കവർ ചെയ്യുകയും അത് കൂടാതെ വരുന്ന എല്ലാ എക്സാംസിനും നല്ല അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്തെങ്കിൽ മാത്രമേ, പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എക്സാം ക്വാളിഫൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ സൈലം ബാങ്കിങ് ടീം ബാങ്ക് റെഗുലർ ബാച്ച് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. നമ്മളുടെ ക്ലാസ് ഡിസംബർ 22 മുതൽ നമ്മൾ എന്ത് ചെയ്യാണ്, സ്റ്റാർട്ട് ചെയ്യാണ്. ഡിസംബർ 22 മുതൽ
നമ്മളുടെ ബാങ്ക് എക്സാമിന്റെ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് 2026-27 വേണ്ട. ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുന്നുണ്ട് ഇതിൽ എന്തൊക്കെ കവർ ആയിരിക്കും. നമ്മളുടെ പ്രിലിംസും മെയിൻസും ഇന്റർവ്യൂ ഗ്രൂപ്പ് ഡിസ്കഷൻ എല്ലാത്തിനുമുള്ള 100% സപ്പോർട്ടും നമ്മൾ തരും. പ്രിലിംസിന്റെയും മെയിൻസിന്റെയും 100% സിലബസും കവർ ചെയ്ത്, അത് കൂടാതെ എല്ലാ എക്സാംസിനും 2026 വരുന്ന എല്ലാ എക്സാംസിനുള്ള പ്രാക്ടീസും നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിലൂടെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ ഇപ്പോൾ തന്നെ നിങ്ങൾ ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഇനി നേരത്തെ പറഞ്ഞ പ്രസ് റിലീസിന്റെ ഒക്കെ നിങ്ങൾക്ക് PDF അവൈലബിൾ ആകും എന്റെ ഈ ഒരു ടെലഗ്രാം ചാനൽ റീസണിംഗ് വിത്ത് അഞ്ജു എന്ന് പറയുന്ന എന്റെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. നേരത്തെ പറഞ്ഞ പ്രസ് റിലീസിന്റെ PDF അതേപോലെ തന്നെ നിങ്ങൾക്ക് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസിനും ബാങ്ക് എക്സാംസിന്റെ കംപ്ലീറ്റ് അപ്ഡേറ്റ്സിനുമായിട്ട് ഈ ഒരു ടെലഗ്രാം ചാനൽ നിങ്ങൾ ജോയിൻ ചെയ്യാം. അപ്പൊ ഇതേപോലെയുള്ള അപ്ഡേറ്റ്സും നിങ്ങൾക്ക് ടോപ്പിക് വീഡിയോസും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സോ വിഷ് യു ഓൾ ദ ബെസ്റ്റ്.